നടൻ മോഹൻലാലിനെതിരെ തുടർച്ചയായി പരാമർശങ്ങൾ നടത്തിയിട്ടില്ലെന്ന് യൂട്യൂബർ അജു അലക്സ്. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്, താൻ ഒളിവിൽ പോയി എന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്നും അജു അലക്സ് റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു. സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാം എന്ന് പോലീസ് അറിയിച്ചതനുസരിച്ചാണ് താൻ തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ ഹാജരായത്. താൻ ഒളിവിലായിരുന്നില്ലെന്നും അജു അലക്സ് വ്യക്തമാക്കി. തെളിവെടുപ്പിൽ തന്റെ ട്രൈപോഡുകളും മൈക്കുകളും പോലീസ് പിടിച്ചെടുത്തു. എന്നോട് പറഞ്ഞിരുന്നത് ഒരു ഉച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞാൽ നാളെ രാവിലെ ചെന്നാൽ മതി എന്ന് CI പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ 8 മണിയാകുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നുണ്ട്. അപ്പോൾ അവർ കസ്റ്റഡി വെക്കുന്നുണ്ട്. പിന്നെ ഒരു ഫോട്ടോ കാണുമ്പോൾ പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്, പക്ഷെ കസ്റ്റഡിയിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് തെളിവെടുപ്പിന് പോകുന്നു. അങ്ങനെ അവരുടെ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയാണ് ഉണ്ടായത്. ഇത് ഈ ട്രൈപോഡ് സ്റ്റാൻഡ്, മൈക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നടൻ മോഹൻലാലിനെതിരെ നടത്തിയ പരാമർശങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അജു അലക്സിന്റെ മറുപടി ഇതായിരുന്നു. അതിപ്പോ എനിക്ക് അതിനകത്തൊരു പ്രശ്നമുണ്ട്, അങ്ങനെ പറയാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ല? അങ്ങനെ പറയരുത്, ഇപ്പൊ കേസ് നടക്കുമല്ലേ. മോഹൻലാലിനെതിരെ താൻ തുടർച്ചയായി പരാമർശം നടത്തിയിട്ടില്ല, അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. ഇല്ല, ഞാനിങ്ങനെ തുടർച്ചയായി അങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്താറില്ല. ഇതിപ്പോ എല്ലാം ഒരു ഈ പറഞ്ഞ പോലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ പറയുന്നുള്ളതാണ്, അതിനപ്പുറത്തോട്ടൊന്നുമില്ല. അറസ്റ്റ് ചെയ്ത അജു അലക്സിനെ തിരുവല്ല പോലീസ് ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നു. കേസ് നടക്കുന്നതിനാൽ മോഹൻലാലിനെതിരെ നടത്തിയ പരാമർശത്തിൽ നിലവിൽ അഭിപ്രായം പറയാൻ പാടില്ലെന്ന നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടെന്നും അജു അലക്സ് വ്യക്തമാക്കി. ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണലായ മോഹൻലാൽ പട്ടാള വേഷത്തിൽ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തഭൂമി സന്ദർശിച്ചതിന് എതിരെ ചെകുത്താൻ എന്ന യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു അജു അലക്സിന്റെ പരാമർശം.